ഇവർ ഈ കോർട്ടിലെ ജഡ്ജിനെ ഉൾപ്പെടെ പൈസ കൊടുത്ത് മേടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇൻഹോയും യൂമിയും കൂടെ ഒരു കേസ് ഫയൽ ചെയ്യും. ഈ കേസ് ഫയൽ ചെയ്യുമ്പോൾ തന്നെ ഈ വ്യക്തികൾ, ഈ അഡ്മിനിസ്ട്രേഷൻ, ഈ പ്രിൻസിപ്പൾ, ഫാക്കൽറ്റി മെമ്പർ ഇവരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഈ വീഡിയോ ദൃശ്യങ്ങളും കാര്യങ്ങളും എല്ലാം വളരെ സോളിഡായിട്ടുള്ള തെളിവുകളാണ് ഈ വ്യക്തികൾക്കെതിരെ. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ഇവർക്ക് അർഹതപ്പെട്ട നീതി കോടതിയിൽ നിന്നും നിഷേധിക്കപ്പെടുകയാണ്. കോടതിക്ക് മനസ്സിലാവുന്നുണ്ട് ശരിക്കും ഇവിടെ സെക്ഷൽ അബ്യൂസ് നടന്നിട്ടുണ്ട്, ഈ ഫാക്കൽറ്റീസ് ഈ കുട്ടികളെ വളരെ മൃഗീയമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് കോടതിക്ക് മനസ്സിലായിട്ട് പോലും കോടതി അവർക്ക് നൽകുന്ന ശിക്ഷയെന്ന് പറഞ്ഞാൽ വളരെ 1 വർഷത്തിനകത്ത് ഉള്ള ശിക്ഷകൾ മാത്രമാണ് ഈ ഈവിളായിട്ടുള്ള ഈ മനുഷ്യർക്ക് കൊടുക്കുന്നത്. കാരണം ഈ കേസിലെ ഈ സസ്പെക്ട്സ് എന്ന് പറയുന്ന ആളുകൾ ആ സൊസൈറ്റിയിലെ, ആ അഡ്മിനിസ്ട്രേഷനിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളാണ്. ഇവർ ഈ കോർട്ടിലെ ജഡ്ജിനെ ഉൾപ്പെടെ പൈസ കൊടുത്ത് മേടിച്ചിരിക്കുകയാണ്. ആ ഒരു ലീഗൽ സിസ്റ്റത്തിൻ്റെ കറപ്ഷനെയും കൂടെയാണ് സിനിമ അവിടെ കാണിച്ചു തരുന്നത്. അതായത് ഈവൻ ദോ ന്യായവും നീതിയും ഒക്കെ നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ പോലും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി എന്ത് അട്രോസിറ്റിയും ആളുകൾ മറച്ചു വെക്കും എന്ന് ഈ സിനിമയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്.